ഹലോ ഗായ്സ്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MDC ഹിസ്റ്ററി ആയിട്ട് എടുത്തിട്ടുള്ളവരുടെ സെക്കൻഡ് സെമ്മിലെ കേരള ടുവാർഡ്സ് മോഡേണിറ്റി 1889 ഓൺവാർഡ്സിൽ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ ഒരു ചാപ്റ്ററാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഈ പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ്. 4 സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആളാണ് ശ്രീനാരായണ ഗുരു. 1856 ടു 1928 കാലഘട്ടത്തിലാണ് അയാളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജാതി ചിന്തകൾക്കും അയിത്തത്തിനുമെതിരെ ആത്മീയതയെ ആയുധമാക്കി. അതായത് ജാതി അങ്ങനത്തെ ഓരോ ചിന്തകൾക്ക് അയിത്തത്തിനെതിരെ അദ്ദേഹം ആത്മീയതയാണ് കൂട്ടുപിടിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ 1888 അരവിപ്പുറം പ്രതിഷ്ഠ. അരവിപ്പുറം പ്രതിഷ്ഠ ആക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള നിശബ്ദമായിട്ടുള്ളൊരു വെല്ലുവിളിയായിരുന്നു ഈ 1888 അരവിപ്പുറം പ്രതിഷ്ഠ. അടുത്തത് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ എന്നതിലുപരി വിദ്യാലയങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ആഹ്വാനം നൽകി. ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങൾക്കും പുറമെ, അതായത് അതുണ്ടാക്കുന്നതിന് പകരമായിട്ട് വിദ്യാലയങ്ങൾക്കും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്കുമാണ് കൂടുതൽ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 സന്ദേശങ്ങളാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അടുത്ത സന്ദേശം എന്ന് പറയുന്നത് മദ്യപിക്കരുത്, മദ്യം നൽകരുത്, മദ്യം ഉണ്ടാക്കരുത്. ഈ പോയിന്റ്സ് ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ക്ഷേത്ര നിർമ്മാണത്തേക്കാൾ വിദ്യാലയങ്ങൾക്ക് പ്രാധാന്യം നൽകി. പിന്നെ അയാളുടെ മെയിനായിട്ടുള്ള പോയിന്റാണ് SNDP യോഗത്തിൻ്റെ രൂപീകരണം. SNDP യോഗത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നാക്ക സമുദായത്തിൻ്റെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി ഈ SNDP യോഗം. അപ്പോൾ നിങ്ങൾ ഈ ശ്രീനാരായണനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ തന്നെ മതി, നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. 1863 ടു 1941 വരെയാണ്. അദ്ദേഹം ദളിതരുടെ വിമോചനത്തിനായിട്ട് പോരാടിയ ധീര നേതാവാണ്. പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അവകാശമില്ലായിരുന്ന കാലത്ത് രാജവീതിയിലൂടെ വില്ലുവണ്ടി ഓടിച്ച് വില്ലുവണ്ടി സമരം നടത്തി. അതായത് പണ്ട് കാലത്ത് പൊതുവഴിയിലൂടെ നടക്കാൻ രാജാക്കന്മാർക്കല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് പറ്റില്ലായിരുന്നു. ആ സമയത്ത് വില്ലുവണ്ടി ഓടിച്ചിട്ട് വില്ലുവണ്ടി സമരം നടത്തി. അത് വർഷം 1893 കേട്ടോ. പിന്നെ അടുത്തത് ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചപ്പോൾ പാടത്ത് പണിക്ക് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യത്തെ പണിമുടക്ക് സംഘടിപ്പിച്ചു. അതായത് സാധാരണക്കാരൻ്റെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പാടത്ത് പണിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതും ഈ അയ്യങ്കാളി തന്നെയാണ്. പിന്നെ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു 1907. ഇത്രയാണ് അയ്യങ്കാളിനെ കുറിച്ച്. നെക്സ്റ്റ് വരുന്നത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായിരുന്നു അയാൾ കൂടുതലും അദ്ദേഹത്തിന് തൂലിക ചലിപ്പിച്ചത്. ഘോഷ സമ്പ്രദായം, ബാല്യവിവാഹം, വൃദ്ധവിവാഹം, വിധവാ വിവാഹം എന്നിവയ്ക്കെതിരെ പ്രതികരിച്ചു. അതായത് ബാല്യവിവാഹം, വൃദ്ധവിവാഹം, ഘോഷ സമ്പ്രദായം എന്നിവയ്ക്കെതിരെ അദ്ദേഹം പ്രതികരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ, അതായത് അദ്ദേഹം എഴുതിയൊരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതിൽ ഒരുപാട് നമ്പൂതിരി സ്ത്രീകളെ അത് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഈ നാടകം സഹായിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ചൂഷണങ്ങളിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ നമ്പൂതിരി സ്ത്രീകളെ ഈ നാടകം സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത്രയാണ് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ളത്. ഇനി അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം 1873 ടു 1932 വരെയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനായിട്ട് നേതൃത്വം നൽകിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതായത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരാൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട് മുഖം തിരിച്ചിരുന്ന മുസ്ലിം സമുദായത്തെ ആധുനിക വിദ്യാഭ്യാസ പാതയിലേക്ക് നയിച്ചതും ഇദ്ദേഹമാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം. ഭരണകൂടത്തിൻ്റെ അഴിമതികൾക്കെതിരെ ഇദ്ദേഹം തൂലിക ചലിപ്പിച്ചു. അടുത്തത് മുസ്ലിം ഐക്യ സംഘം, ചറയിൻ കീഴ് മുസ്ലിം സമാജം എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി. അടുത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കല്ലുമാല സമരമാണ്. നിങ്ങൾക്ക് ഇതിൽ 2 സമരങ്ങളാണ് കാര്യമായിട്ട് പറയുന്നത്. ഒന്നാണ് കല്ലുമാല സമരം. 20-ാം നൂറ്റാണ്ടിലെ പുലയ സമുദായത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനോ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാനോ പാടില്ലായിരുന്നു. പകരം കഴുത്തിൽ കല്ലുമാല ധരിക്കണമായിരുന്നു. അതായത് 20-ാം നൂറ്റാണ്ടിൽ പുലയ സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് മേൽമുണ്ട് എന്ന് പറയുന്ന ബ്ലൗസ് ഒന്നും ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പകരം കഴുത്തിൽ കല്ലുമാല അണിയണമെന്നു. എന്നാൽ അവർക്ക് ഈ അപമാനകരമായിട്ടുള്ള ചിഹ്നം കഴുത്തിൽ അണിഞ്ഞ് നടക്കാൻ ഇതില്ല, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ
ഒരുപാട് പ്രതിഷേധം ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ 1915 പെരിനാട് ഇതിനെതിരെ വലിയ കലാപങ്ങൾ ഉണ്ടായി. തുടർന്ന് കൊല്ലം പീരങ്കി മൈതാനത്ത് വെച്ചിട്ട് ആയിരക്കണക്കിന് പുലയ സ്ത്രീകൾ തങ്ങളുടെ കഴുത്തിലെ കല്ലുമാല വലിച്ചെറിയും, സ്വന്തമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ആ സമരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് മണിമലർക്കാവ് സമരമാണ്. അതും ഇതേപോലെ തന്നെയാണ് സംഭവം. തീയ സമുദായത്തിലെ സ്ത്രീകൾ സമാനമായ അവകാശ ലംഘനം നേരിട്ടിരുന്നു. അതായത് തീയ സമുദായത്തിലെ സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. പിന്നെ മണിമലർക്കാവ് ഉത്സവത്തിന് ക്ഷേത്രത്തിൽ പോലും കീഴാളക്കാർക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പിടിപ്പണം നൽകുമായിരുന്നു. അതായത് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ ഉള്ള അവകാശം അവിടെ ഇല്ലായിരുന്നു. എന്നാലും ഇവർ താഴ്ന്ന ജാതിക്കാർ പിടിപ്പണം നൽകുമായിരുന്നു. ഇതിനെതിരെ അരിപ്പാറ തൊഴുവാന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് പ്രതിഷേധം ഉയർന്നു. ഇത്രയാണ് മണിമലർക്കാവ് സമയത്ത് നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ്. പഠിക്കാൻ പോകുന്നത് സാമൂഹിക നിയമനിർമ്മാണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ പണ്ട് കാലത്ത് തിരുവിതാംകൂറിൽ നിലനിന്ന ഒരു സമ്പ്രദായമാണ് ദേവദാസി ഓർ കുടിപ്പില സമ്പ്രദായം. അത് നിർത്തലാക്കലാണ്. പ്രമുഖ ക്ഷേത്രങ്ങളായ പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലും കുടിപ്പില ഓർ ദാസി സ്ത്രീകളെ ക്ഷേത്ര സേവനത്തിന് നിയോഗിച്ചിരുന്നു. അതായത് ക്ഷേത്ര സേവനങ്ങൾക്കായിട്ട് കലാപ്രകടനങ്ങൾക്കും വേണ്ടിയിട്ട് ദാസി സ്ത്രീകളെ ദത്തെടുത്തിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ഒരു പരിപാടി. എന്നാൽ ഇവർ ലൈംഗികമായിട്ടും നിരവധി ചൂഷണങ്ങൾ ലൈംഗികമായിട്ടൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ടെന്നാണ് പറയുന്നത്. നിയമനിർമ്മാണം വന്നത് ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡിയെ പോലുള്ളവരുടെ പോരാട്ടങ്ങൾ ദേശീയ തലത്തിൽ പ്രചോദനമായതോടുകൂടിയാണ് ഇതിനെതിരെ നിയമങ്ങൾ വന്നു തുടങ്ങിയത്. തിരുവിതാംകൂറിൽ 1925 ഡേറ്റ് ഇയർ നോക്കുക കേട്ടോ. തിരുവിതാംകൂറിൽ 1925 പാസ്സാക്കിയ നായർ റെഗുലേഷൻ ആക്ട് വഴിയും മറ്റു ഉത്തരവുകൾ വഴിയും ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അപ്പോൾ ഈ നിയമപ്രകാരം സ്ത്രീകളെ ദത്തെടുക്കാനുള്ള അവകാശം നിരോധിച്ചു. രണ്ടാമത്തേത് പൊട്ടുകെട്ട് ചടങ്ങ് എന്നൊരു ചടങ്ങുണ്ട്, അത് നിർത്തലാക്കിച്ചു. പിന്നെ നിലവിലുള്ള ദേവദാസി സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നായർ സമുദായങ്ങളിലായിരുന്നു ഈ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നത്. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശമില്ലാത്തതാണ്. അതായത് അമ്മ വഴി സഹോദരിയുടെ മക്കളിലേക്കാണ് ഈ സ്വത്ത് പോയിക്കൊണ്ടിരുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അംഗങ്ങൾ കൂടുതലായതിനാൽ കലഹങ്ങൾ പതിവായിരുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ പൊതുവെ കൂട്ടുകുടുംബങ്ങളായിരുന്നല്ലോ. അപ്പം അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് കലഹങ്ങൾ കൂടുന്നത് പതിവായി. മക്കത്തായ സമ്പ്രദായത്തിന് താല്പര്യം വർദ്ധിച്ചു. അതായത് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും മക്കൾക്കും സ്വത്ത് കിട്ടുന്ന രീതിയിലേക്കുള്ള താല്പര്യങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മലബാർ വിവാഹ നിയമങ്ങളാണ്. 2 വിവാഹ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മലബാർ മാരേജ് ആക്ട്. അത് നിലവിൽ വന്ന വർഷം 1896 മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ നിയമം ആണിത്. രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങളിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം, അതായത് മരുമക്കത്തായ സമ്പ്രദായത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു നിയമമാണെന്നാണ് പറയുന്നത്. ഇത് നിർബന്ധിതമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്തിട്ടില്ലായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് മദ്രാസ് മരുമക്കത്തായ സമ്പ്രദായമാണ്. ഇത് 1933 നടന്നിട്ടുള്ളത്. സർ എം കൃഷ്ണൻ നായർ അവതരിപ്പിച്ച ബില്ലാണ് മദ്രാസ് മരുമക്കത്തായ സമ്പ്രദായത്തിൽ. ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ അവകാശി ഭാര്യയും മക്കളുമാണ്. ഇത് കൂട്ടുകുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും അണുകുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും കാരണമായി. അണുകുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, കുട്ടി അങ്ങനെയുള്ള ചെറിയ കൂട്ടുകുടുംബങ്ങളിൽ ചെറുതായിട്ടുള്ള കുടുംബം. കൂടാതെ ഈ മാതൃക വെച്ചിട്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും നായർ റെഗുലേഷൻ ആക്ട് വന്നു. 1912 തിരുവിതാംകൂറിൽ വന്നത്, കൊച്ചിയിൽ 1925. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേത്രപ്രവേശനം. ക്ഷേത്രപ്രവേശനത്തിൽ നമ്മൾ പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924-25 ഇയറിലാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനുമായിട്ട് പോരാടിയ സമയം. അതായത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയിൽ സാധാരണക്കാരായിട്ടുള്ള അവർണരായിട്ടുള്ള ജനങ്ങൾക്ക് നടക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള പോരാടിയതായിരുന്നു ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. സവർണ ജാഥ, അതായത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം ടു തിരുവനന്തപുരം വരെ കാൽനട യാത്ര നടത്തിയിട്ട് സവർണ ജാഥ നയിച്ചു.
603 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ ചുറ്റുവഴി എല്ലാവർക്കും തുറന്നുകൊടുത്തു. അപ്പോൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹം ഒരു 603 ദിവസം വരെ നീണ്ടു നിന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931 ടു 1933 വൈക്കത്ത് വഴി നടക്കാനുള്ള അവകാശമായിരുന്നെങ്കിൽ ഇവിടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആരൊക്കെയാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പൻ, എ ഗോപാലൻ, പി കൃഷ്ണപിള്ള എന്നിവരാണ് നേതൃത്വം നൽകിയത്. കെ കേളപ്പൻ മരണം വരെ നിരാഹാരം ആരംഭിച്ചു. എന്നാൽ ഗാന്ധിജി പറഞ്ഞു മരണം വരെ നിരാഹാരം തുടരണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് കെ കേളപ്പൻ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചു. ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഥം. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം 1936 വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഇവ സൃഷ്ടിച്ച ജനവികാരം ശക്തമായിരുന്നു. ആ രണ്ട് സത്യാഗ്രഹങ്ങളും ഭയങ്കരമായിട്ട് ജനവികാരം സൃഷ്ടിച്ചിരുന്നു. കൂടാതെ താഴ്ന്ന ജാതിക്കാരെ കൂട്ടത്തോടെ മതം മാറും എന്ന ഭയം, അതായത് ജാതിക്കാരെല്ലാവരും അവർക്ക് ഈ പ്രവേശനം ഒന്നും അനുവദിച്ചില്ലെങ്കിൽ കൂട്ടമായിട്ട് മതം മാറുമെന്ന ഭയവും രാമസ്വാമി അയ്യരുടെ രാഷ്ട്രീയ തന്ത്രവും ഇതിന് വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ വിളംബരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മതത്തിൽപ്പെട്ട ആർക്കും തന്നെ ജാതിയുടെയോ ജനനത്തിൻ്റെയോ പേരിൽ ക്ഷേത്രപ്രവേശനത്തിനോ ആരാധന നടത്തുന്നതിനോ നിരോധനം പാടില്ല. അതായത് നമ്മുടെ ജാതിപ്പെട്ട ആർക്കും എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ ആരാധന സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ നിങ്ങളുടെ ഈ MDCയിലെ സെക്കൻഡ് സെമ്മിലെ ഹിസ്റ്ററിയിലെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ പോയിൻറ്റ്സ് തന്നെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.